ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം. കേരളത്തിൽ നീളെ കാണുന്ന വീടുകൾ കാണുമ്പോൾ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു മനുഷ്യൻ്റെ ശരാശരി ജീവിത സമയത്തെപ്പറ്റി. വെറും വീട് വയ്ക്കാൻ മാത്രം ജീവിച്ചു മരിക്കുന്ന ജന്മങ്ങളായി മാറുകയാണോ മലയാളികളെന്ന്. എന്നിട്ട് എത്ര സമയം മാത്രമാണ് നമ്മൾ അതിൽ ചിലവഴിക്കുന്നത്? ഒരു വീടിൻ്റെ ചിലവിൻ്റെ പകുതി പണവും മറ്റുള്ളവർക്ക് കണ്ട് കണ്ണ് തള്ളാൻ വേണ്ടിയാണ് ചിലവാക്കുന്നത്. പ്രതീക്ഷിച്ചതുപോലെ മറ്റുള്ളവരുടെ കണ്ണ് തള്ളുകയും ചെയ്യുന്നു. അതോടുകൂടി അവൻ്റെ കടബാധ്യതയും കൂടുന്നു. പെണ്ണിനെയും മക്കളെയും രക്ഷിതാക്കളെയും വിട്ട് അവൻ വെറും ജോലി ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാകരുത് വീട്. പല സ്വപ്നങ്ങളും സമാധാനത്തോടെ ഇരുന്ന് കാണാനുള്ള ഒരു ഇടമാകണം വീട്. ലൈഫ് എന്ന് പറയുന്നത് മുഞ്ചുള്ള കണ്ണു തള്ളിപ്പിക്കുന്ന ഒരു വീടല്ല എന്ന് നാം ഇനി എന്നാണ് മനസ്സിലാക്കുന്നത്? ലക്ഷങ്ങൾ ചിലവഴിച്ച് മതിലു പണിഞ്ഞ് 4 ഭാഗവും ചുമര് കെട്ടിപ്പൊക്കി കോൺക്രീറ്റ് ചെയ്ത് വീട് പണിഞ്ഞിട്ടും ഓരോ റൂമിലും ബാത്റൂം പണിഞ്ഞിട്ടും നമ്മൾ ആ റൂമിൻ്റെ പ്രൈവസിയെക്കുറിച്ച് ചിന്തിച്ച് അതിലേക്ക് കടക്കാൻ പ്രത്യേക ഒരു ലോബി ഉണ്ടാക്കുന്നു. മുറ്റത്ത് ടൈൽ ഒട്ടിച്ച് മിനുക്കി ചെടികൾ വയ്ക്കാൻ വീടിനുള്ളിൽ ഒരു കോർട്ടിയാർഡ്. നമ്മുടെ അച്ഛൻ പണിത വീട് നമുക്ക് പിടിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളത് പൊളിച്ച് പുതിയത് പണിയുന്നു. നാളെ നമ്മുടെ മക്കളും ഇതുതന്നെ ചെയ്യും. മക്കൾക്ക് പൊളിച്ചു കളയാൻ വേണ്ടി ഇത്രയും ലക്ഷങ്ങൾ ചിലവഴിക്കേണ്ടതുണ്ടോ? പ്രത്യേകിച്ച് നമ്മുടെ ഒരു ജന്മം പാഴാക്കിക്കൊണ്ട്. മറ്റുള്ളവരുടെ വീടാകരുത് നമുക്കൊരു വീട് വയ്ക്കാനുള്ള പ്രചോദനം. കടം മേടിച്ച് വീട് വെച്ചോളൂ. അത് 2-3 കൊല്ലത്തിനുള്ളിൽ വീട്ടാവുന്ന കടം മാത്രമാണ് എങ്കിൽ. വലിപ്പം കൂടുന്തോറും അടുപ്പം കുറയും. മറ്റുള്ളവൻ്റെ കണ്ണ് തള്ളാൻ വേണ്ടി ചിലവഴിക്കുന്ന പണം കൊണ്ട് കെട്ടിയോളും മക്കളുമായി ഒന്ന് ലണ്ടനിൽ പോയി സ്വന്തം കണ്ണുകളൊന്ന് തള്ളിക്കൂ. എന്നിട്ട് ഈ സ്വപ്നം ഭൂമിയിലെ അടുത്ത യാത്ര എങ്ങോട്ടെന്ന് വീട്ടിലിരുന്ന് സ്വപ്നം കാണൂ. പലരുടെയും സ്വപ്നങ്ങൾ വീട് വെച്ചതോടുകൂടി ഇല്ലാതാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്നത്.